വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ചേട്ടൻ വർക്ക്ഷോപ്പിലേക്കാ? അതെ. ഇതിപ്പോ എന്നാ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കണത്? വരുന്ന വെള്ളിയാഴ്ച 26-ാം തീയതി. ഇതിപ്പോ ആലോചിച്ചിട്ട് ഒരു എത്തുമ്പുറത്തും കിട്ടാനല്ലേ. ഇന്നിപ്പോ ചൊവ്വ, വെള്ളിയാഴ്ച എന്ന് പറയുമ്പോ അല്ല ഇതെന്താ ഇത്രയും കാശി? 65,000 ചില്ലാനുമില്ലേ? ആ 65,575. അല്ല നമ്മ ലോൺ എടുത്തേക്കണ് 50,000 രൂപയല്ലേ? അതുപോലെ കുറച്ച് കാശ് നമ്മൾ അടച്ചതുമല്ലേ? അത് 4-5 ഗഡുക്കളല്ലേ നമ്മൾ അടച്ചിട്ടുള്ളൂ. പിന്നെ അടയ്ക്കാതായിട്ട് എത്ര വർഷമായി? പലിശ ആകില്ലേ ചേട്ടാ? ഇങ്ങനെ വരുമ്പോ തോന്നും അന്ന് ഈ ഇടവിടം വലിച്ച് തലയെ കേട്ടിട്ടുണ്ടായിരുന്നു. ആ അത് കൊള്ളാം. എങ്കി പിന്നെ അന്ന് മോളുടെ വീട്ടിൽ പോയി നാണം കെട്ട് പോരേണ്ടി വന്നേനെ. എന്നിട്ടും അവരുടെ ആക്രാന്തം തീരണില്ലല്ലോ. ഒരു പവനേ ഉള്ളൂന്നും പറഞ്ഞ് നമ്മളെ അന്ന് അവര് കൊച്ചാക്കി കളഞ്ഞില്ലേ? അതിന് അവരെ ആര് നോക്കണ്? അവരവിടെ കിടന്ന് എന്തെങ്കിലും പറയട്ടെ. നമ്മുടെ മോളും മരുമോനും ഒന്നും പറഞ്ഞില്ലല്ലോ. ആ അത് നീ പറഞ്ഞത് നേരാ. മക്കള് രണ്ടുപേരും ഹാപ്പിയാണ്. പിന്നെ അങ്ങേരെ റിജോന്റെ അപ്പനെ നീറ്റ് മെമ്പറാ, മനസാക്ഷിയുള്ള കൂട്ടത്തിലാ. അല്ലേ പിന്നെ അങ്ങേര് എന്നോട് അങ്ങനെ ചോദിക്കൂ? എങ്ങനെ ചോദിച്ച്? ഞാൻ നിന്നോട് പറഞ്ഞതാ, എന്തിനാ ഇപ്പൊ ഒരുപാട് സ്വർണ്ണമൊക്കെ വാങ്ങിക്കാൻ പോയത്? കാശിനൊക്കെ എല്ലാവർക്കും നല്ല ടൈറ്റുള്ള സമയമല്ലേ എന്ന്. അവരെങ്ങാനും കേട്ടിരുന്നെങ്കിലേ അങ്ങനെ അപ്പ ശരിയാക്കാനെ. കാശിനിപ്പോ എന്താ അവർക്ക് ടൈറ്റ് ഉള്ളതെന്ന് ചോദിക്കും. കാശിന് എന്ത് ടൈറ്റ് എന്നാ? നീ ആള് കൊള്ളാല്ല. ഓ ഞാൻ പറഞ്ഞത് അതല്ല. പിന്നെ അവര് മോളുടെ അമ്മായിമ്മ അങ്ങേരോട് അങ്ങനെ പറഞ്ഞേനേന്ന് പറഞ്ഞതാ. ഇനിയിപ്പൊ ബാങ്കിലെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുള്ള? അതെ ചേട്ടൻ ടെൻഷൻ അടിക്കാതിരി, എന്നിട്ട് പ്രാർത്ഥിക്കേ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഫിലിപ്പി 4-ാം അധ്യായം 6-ാം വാക്യം. തുടങ്ങി പ്രാർത്ഥിക്ക്. ഇനി കാശിന് കാശ് തന്നെ വേണം, അതിന് അധ്വാനിക്കണം. അല്ലെങ്കിൽ അതിനുള്ള മറ്റെന്തെങ്കിലും വഴി നോക്കണം. അല്ലാതെ വാതിലടിച്ച് തിരിയും കത്ത് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അധ്വാനിക്കണമെങ്കിലും മറ്റെന്തെങ്കിലും വഴി നോക്കണമെങ്കിലും ഒക്കെ ദൈവസഹായം കൂടിയേ തീരൂ, അല്ലാതെ ഒന്നും നടക്കില്ല. ഇനി ഇവിടെ നിന്ന് നിന്നോട് സംസാരിച്ചാ എനിക്ക് ഭ്രാന്താവും. ഒരു പ്രാർത്ഥനക്കാരി, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കാം. ചേട്ടാ, അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ ഓരോരുത്തരെ പറ്റിയും ദൈവത്തിന് വ്യക്തമായ പ്ലാനും പദ്ധതിയുണ്ട്. നല്ലത് വരുമ്പോൾ നന്ദി പറയുകയും കഷ്ടത വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്നത് ശരിയാണ്. അത് പിന്നെ ജോയി, ഞാൻ എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അല്ലേ പിന്നെ 10-15 വർഷം ഞാൻ അങ്ങേരുടെ കൂടി ജോലി ചെയ്തതല്ലേ. ആ വണ്ടി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കിയിരുന്നതാ. ആ എന്നോട് അടുത്ത ആഴ്ച മുതൽ വരണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയില്ലേ. ഈ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടക്കുന്ന എനിക്ക് തന്നെ ഇങ്ങനെ വന്നല്ലോ. ഭാഗ്യവും നിർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. പ്രഭാഷകൻ 11-ാം അധ്യായം 14-ാം വാക്യം. അല്ല, അപ്പൊ ചേട്ടൻ കാരണം ചോദിച്ചില്ലേ? ഏയ് ഇല്ല. അതെന്താ? അത് പിന്നെ എന്തോ എനിക്ക് തോന്നിയില്ല. എന്നെ പറഞ്ഞു വിടുന്ന കാര്യം എന്താണെങ്കിലും എനിക്കത് താങ്ങാൻ പറ്റില്ല. ഞാൻ കരഞ്ഞു പോവും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ?
കാരണം ചോദിക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ ചേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ അബ്രഹാം സാറിനോട് ഞാൻ ചോദിക്കാം. ചേട്ടൻ വിഷമിക്കാതിരിക്കും. ചേട്ടന് നല്ലതേ വരുള്ളൂ. ഞാനിപ്പോൾ ആ വർക്ക്ഷോപ്പ് വരെ ഒന്ന് പോവുക. എന്താണെന്നറിയില്ല, വണ്ടിയിലേ ഏറ് നിൽക്കണില്ലേ. വല്ല സൂചിപ്പഞ്ചറോ ആയിരിക്കും. അപ്പോൾ ഞാൻ ചെല്ലട്ടേട്ടാ. വർക്ക്ഷോപ്പിൽ പോയതിന് ശേഷം ഞാൻ അബ്രഹാം സാറിനെ കണ്ടോളാം. എങ്കിൽ ഞാൻ ചെല്ലട്ടെ. ആ ശരി. വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കാണാം. ആ ഓക്കെ എന്നാ ശരി. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 18 വാക്യം. എടാ അത് ഇന്ന് കൊടുക്കാനുള്ള കേട്ടാ. ഇത് തീർന്നിരിക്കണം ആശാനെ. പാട്ടിനെ വിളിച്ച് പറഞ്ഞോ. ആ അതെ, ആ ഇതിന് ഏറ് നിൽക്കുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം അടിച്ചതാണ്. ഇനി വല്ല സൂചി പഞ്ചറാണെന്ന് സംശയമുണ്ട്. ആ അങ്ങനെ ആകാനേ വഴിയുള്ളു. അത് ടയർ പുതിയാണല്ല, അപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇനിയിപ്പോൾ ടയർ മാറ്റിയിട്ട് ട്യൂബ് പഴയ തന്നെ ഇട്ടിരിക്കണം. എടാ ഇതൊന്നും അഴിച്ച് ട്യൂബ് പഞ്ചറാണെന്ന് നോക്കടാ. ആ ഹലോ. ആ ആ എടാ ഞാൻ വിളിച്ചിരുന്നടാ. എടാ അതേ കുറച്ച് സാമ്പത്തികത്തിൻ്റെ കാര്യമായിരുന്നു. എത്രയാടാ? 19,000 രൂപ വേണം. 50,000? എടാ അത്ര ഇല്ലെങ്കിലും ഒരു വേണ്ട, നിന്നെക്കൊണ്ട് പറ്റുന്നത്. എന്തു പറ്റി? ആ ഇത് പഞ്ചറാണോ? ആശാന് ഇത് പഞ്ചറാണ്ടാ. സക്രിയ ഒരു മിനിറ്റ്. ആ ശരി. എടാ പഞ്ചറാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കണേ. അതിന് അനുവാദം ചോദിക്കണ. ഇവൻ ആരടാ? സക്രിയ പറയടാ. അതെ, ഞാൻ ഉറപ്പ് പറയില്ല. പിന്നെ നീ പറഞ്ഞത്രയൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ കുറച്ചെന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. മതി, അത് മതി. ആ അതെ അതിപ്പോ ശരിയാക്കി തരാട്ടാ. ആ കുഴപ്പമില്ല. ആ ഹലോ മാനുവലേ പറയടാ. എടാ അത് കിട്ടിയില്ലടാ, നീ വേറെ വഴി നോക്കിക്കോ. ശരിയടാ. ആ എടാ അതൊട്ടിച്ചാ? ആ കഴിഞ്ഞ ആശാനെ ഇപ്പൊ തന്നെ കൊണ്ടുവരാ. എങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോയി. അതേ വന്ന് എവിടെ നോക്ക്. എന്നാ വീട് ഞാൻ സെറ്റ് ചെയ്തോളാം. ആ ശരി. ഇനി ആ സ്പാനർ ആര് കൊണ്ടുവരും? എടുക്കട്ടെ ആശാനെ. കൊണ്ടുപോയി ഇങ്ങോട്ട്. ആ ഇന്നാ. ഹലോ, അബ്രഹാം സാറല്ലേ? അതെ, ആരാ? ഞാൻ ജോയിയാണ്, ആ കൊച്ചാസേൻ്റെ മോനെ, കല്ലുകാരൻ. ഓ ആ പറയൂ ജോയ്, എന്താ? സാറ് വീട്ടിലുണ്ടാവോ? എനിക്കൊരു കാര്യം പറയാനാണേ. ഞാനവിടെ വീട്ടിലുണ്ടാവും. ശരി സാറേ, 1 മണിക്കൂറിനുള്ളിൽ ഞാനങ്ങ് വരാം. ആ
എടാ ഒന്ന് പിടിച്ചടാ. ആ സക്കരെ പറയടാ. ആ എടാ കിട്ടിയോടാ? ഒരു രക്ഷയില്ലടാ. 1-2 പേരെ ഞാൻ വിളിച്ചു നോക്കി, സംഗതി നടന്നില്ല. പിന്നെ എൻ്റെ കയ്യിലൊരു 10,000-2,000 രൂപയുണ്ട്, അത് മതിയാ? ശരിയടാ. ഹലോ 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 ആ എന്തായി? ആ അതിപ്പോ റെഡിയാക്കാം. ആ എന്തു പറ്റി ജെയിംസേ? ഏയ് ഒന്നും പറയണ്ട. ഒരു ലോൺ എടുത്താണ്. ഇന്ന് ചൊവ്വാഴ്ച, വരുന്ന വെള്ളിയാഴ്ച കാശ് ഫുൾ അടക്കണമെന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കും. തലക്ക് പ്രാന്ത് പിടിച്ചിട്ടും പാടില്ല. ജെയിംസേ, ആ നീ പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാവും. എന്ത്? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ നിൽക്കരുത്. ദൈവം സഹായിക്കും. ദൈവത്തിന് അതല്ല പണി. നീ വണ്ടി കൂട്ടാൻ നോക്കടാ. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. വെറുതെ ദൈവത്തിന്റെ പേരുമ്പോൾ ഇറങ്ങിയേക്കണം ഒരു മഞ്ഞ ഷർട്ട് കിട്ടും. അതെ വണ്ടി കൊണ്ടുപോ, അല്ലാണ്ട് ഉപദേശം വേണ്ട. അതെ വേഗം കൊണ്ടുപോകാൻ നോക്ക്. മനുഷ്യരുടെ എത്രയായി പറഞ്ഞില്ലല്ലോ. എത്രയാ? 150 രൂപ. ആ അതെ വണ്ടി എടുത്തോ. ഇറക്കി സ്റ്റാൻഡ് ചെയ്യുന്നു. ഓരോ കാര്യങ്ങൾ പറയും. ഇന്നത്തെ പൈസ തലക്ക് പ്രാന്ത് പിടിക്കണം. അതിൻ്റെ ഇടയിൽ കൂടിയാണ്. നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലൂക്ക 6-ാം അധ്യായം 27-28 വാക്യങ്ങൾ. എന്നാൽ ആശാനെ അയാളോട് അങ്ങനെ പറയണ്ടായിരുന്നു. നീ നിന്റെ പണി നോക്കടാ. ഇനി ബാക്കി നിനക്ക് വേണം. ആ ദൈവസ്നേഹം അല്ല എന്ത് പറ്റി ആശാനെ? എവിടെ പോണ്? എടാ വേറെ അടുത്ത് എനിക്ക് അത്യാവശ്യം പോകാനുണ്ട്. ശരിയെന്നാ. എടാ ആ ജോയിനൊക്കെ ഉണ്ട് എവിടെയെങ്കിലും? എടാ കല്ലുക്കാരൻ ജോയിയാണ്. അതെ, അവൻ നിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോന്നിരുന്നല്ല. ഇപ്പോഴല്ല, ഒരു 1.5 മണിക്കൂർ മുമ്പ്. വർക്ക്ഷോപ്പിൽ വന്നിട്ട് അവിടുന്ന് പോകുന്നത്. എനിക്ക് അവൻ അത്യാവശ്യം ഒന്ന് കാണേണ്ട കാര്യമുണ്ടായിരുന്നു. അതിനവന്റെ നമ്പറിൽ വിളിച്ചാ പോരെ? അവന്റെ നമ്പർ എൻ്റെ അടുത്ത് ഇല്ല. അതിനെന്താ, ഞാനിപ്പോ വിളിച്ചുതരാം. അയ്യോ, ഫോൺ വീട്ടിലായി പോയി. ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി ജെയിംസ്. എബ്രാഹിം സാറിനെ അവിടെ നിന്ന് വിളിക്കണ്ടായിരുന്നു. ഇനി ചേട്ടൻ ഡ്രൈവറായിട്ട് പോകുന്ന എബ്രാഹിം സാറായിരിക്കും. ആ, അവിടെ പോകാൻ സാധ്യതയുണ്ട്. വളരെ അത്യാവശ്യമുള്ള കാര്യമുണ്ട് ചേട്ടാ. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. വാ. അല്ലടാ ഞാനിപ്പോ. വാ ചേട്ടാ, വന്ന് കേറ്. ഇതാ. ആ
ചേട്ടാ ഒന്ന് പോയി ചോദിക്കൂ ഇവിടെ ജോയി വന്നോന്ന്. എടാ അത് നീ തന്നെ പോയി ചോദിക്ക്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവാ. അതിനെന്താണ്? വേണ്ട വേണ്ട, വണ്ടി ഒന്ന് വിളിച്ചേ, ഞാൻ തന്നെ പോയി ചോദിക്കാം. ആ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. എന്താടാ? ഏയ് കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന്. അപ്പൊ പിന്നെ പള്ളിയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ആ ആ ചേട്ടൻ കയറി. എന്താണ് ഇത്ര വലിയ അത്യാവശ്യം? അതൊക്കെ ഞാൻ പറയാന്നേ. ഇതാ ജോയിയുടെ വണ്ടി അവിടെ ഇരിക്കുന്നു. അവരെവിടെ? ആ അതെ ജോയി വരണം. എടാ നിനക്കൊന്നും പറ്റില്ലല്ലേ? ഇല്ല. എന്താ? എടാ ഇത് അത്ഭുതമാടാ. ഇത്ര ദൂരം ഈ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ടും അപകടമൊന്നും പറ്റില്ലെന്ന് പറയുമ്പോ എനിക്ക് അതിശയമാവുന്നടാ. നിന്നെ ശരിക്കും ദൈവം രക്ഷിച്ചതാടാ. ഇത് കണ്ടോ, ആ ധൃതിക്കും എൻ്റെ ടെൻഷനിടയിൽ ഈ നട്ടിടാൻ ഞാൻ മറന്നുപോയി. മൂന്നാമത്തെ ഇട്ടാൻ ശരിക്കും മുറിക്കുമോ എന്നുള്ളൊരു സംശയമാണ്. ഞാൻ ശരിക്കും എനിക്ക് എന്ത് ജെയിംസേ, എന്നെ എൻ്റെ ദൈവം ഏതാപത്തിൽ നിന്ന് രക്ഷിക്കും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഭാര്യയുണ്ട്. ഹലോ ആനി. ആ നീ പറ. ആണോ? എന്നിട്ട് ചേട്ടാ, അവരാ വണ്ടി വിൽക്കാൻ പോവാണ്. അതാ ചേട്ടനോട് പറയാൻ സാറ് ശരിക്കും ബുദ്ധിമുട്ടിയത്. പക്ഷേ ചേട്ടന് സന്തോഷം തരുന്ന കാര്യമാണ് ഞാനീ പറയാൻ പോണത്. ആ വണ്ടി സാറും മക്കളും കൂടി ചെറിയൊരു എമൗണ്ടിന് ചേട്ടന് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രയർ കഴിയുമ്പോൾ നമുക്ക് സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലാം. ജോയി, നിന്റെയും എൻ്റെ ഭാര്യയുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ബാങ്ക് ഒരു 6 മാസത്തെ അവധി തന്നു. പലിശ കൊടുക്കണമെന്നേ ഉള്ളൂ. ജെയിംസ്, പ്രാർത്ഥിക്കണമെന്നൊന്നും ഇനി പറയാൻ നിൽക്കണ്ട. അല്ലാതെ ഞാൻ റെഡിയാണ്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇന്നു മുതൽ ഞാനുണ്ട്. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും. നിയമാവർത്തനം 5-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.